ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നദിയുടെ മുകളിൽ വട്ടമിട്ട് പറക്കുകയാണ് പരുന്ത്. വെള്ളത്തിൽ അവശതയോടെ നീന്തുന്ന ഒരു മത്സ്യത്തെ കണ്ട് പരുന്ത് അതിവേഗത്തിൽ മത്സ്യത്തെ കൈപ്പിടിയിലാക്കി. പരുന്തിൻ്റെ കാൽക്കീഴിൽ അമർന്ന മത്സ്യത്തിൻ്റെ ജീവൻ ഉടനെ തന്നെ നഷ്ടമായി. ചത്ത മത്സ്യത്തെയും കൊണ്ട് പരുന്ത് ഉയർന്നു പറക്കുകയാണ്. പരുന്തിൻ്റെ കൈപ്പിടിയിലിരിക്കുന്ന ചത്ത മത്സ്യത്തെ കണ്ട കുറേ കാക്കകൾ പരുന്തിൻ്റെ പിന്നാലെ കൂടി. മത്സ്യത്തെ കൈവശമാക്കുവാൻ തക്കവണ്ണം പരുന്തിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. കാക്കകളുടെ ശല്യം കൂടി വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടുവാനായി പരുന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ദിശ മാറി പറക്കുവാൻ തുടങ്ങി. പക്ഷേ ഏത് ദിശയിലേക്ക് പോയാലും കാക്കകളും പരുന്തിനെ പിന്തുടർന്നുകൊണ്ടിരുന്നു. കാക്കകളിൽ നിന്ന് രക്ഷ നേടുവാനുള്ള പരക്കം പാച്ചിലിനിടയിൽ പരുന്തിൻ്റെ പക്കലുണ്ടായിരുന്ന മത്സ്യം താഴെ വീഴുകയും കാക്കകളെല്ലാം പരുന്തിനെ ഉപേക്ഷിച്ച് മത്സ്യത്തിൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ കാക്കകളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെട്ട പരുന്ത് ഒരു മരക്കൊമ്പിൽ അഭയം തേടി ഇങ്ങനെ പറഞ്ഞു: ആ ചത്ത മത്സ്യമാണ് എല്ലാത്തിനും കാരണം. അത് കയ്യിൽ നിന്ന് പോയതോടുകൂടി മനസമാധാനമായി, പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലെ ആവശ്യമില്ലാത്ത ചില വസ്തുക്കളും കൂട്ടുകെട്ടുകളും സമ്പാദ്യങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിച്ചു വെക്കുമ്പോൾ ഈ മത്സ്യത്തെ കൈവശമാക്കിയ പരുന്തിനെ പോലെ മനസമാധാനം നഷ്ടപ്പെട്ടവരും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുമായി തീർന്നേക്കാം. പരിശുദ്ധ പൗലോസ്ലീഹ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുകയാണ്: നിങ്ങൾ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വിചാരിക്കാതെ സ്വർഗത്തിലുള്ളവയെക്കുറിച്ച് വിചാരിക്കുവിനെന്ന്. ഈ ലോകമോഹങ്ങൾക്ക് പിന്നാലെ നടക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മനസമാധാനം നഷ്ടപ്പെടുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും. ഭൗതികമായ വസ്തുക്കൾ രണ്ട് രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഒന്ന്, ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോൾ. രണ്ട്, ആഗ്രഹിച്ചത് കിട്ടിക്കഴിയുമ്പോൾ നാം ഉദ്ദേശിച്ച അത്ര സന്തോഷം അതിന് അധിക നാൾ നൽകാൻ കഴിയാതിരിക്കുമ്പോൾ. ഇങ്ങനെ രണ്ട് തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ മനസമാധാനം കളയുന്ന ഈ ലോകമോഹത്തിന് പിന്നാലെ ഓടുന്നവരായി തീരരുത്. ദൈവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും സ്വർഗത്തെക്കുറിച്ച് സ്വപ്നം കാണുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ മനസമാധാനം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ചത്ത മത്സ്യത്തെ പോലെ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന, നമുക്ക് പ്രയോജനമില്ലാത്തതും നമ്മുടെ ജീവിതത്തിൽ മനസമാധാനം കളയുന്നതും പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതുമായ എല്ലാത്തിനെയും ഉപേക്ഷിക്കുവാനായിട്ട് കഴിയണം. അത് എത്ര വലിയ കൂട്ടുകെട്ടുകളായാലും എത്ര വിലയേറിയ സമ്പാദ്യമായാലും ജീവിതത്തിന് ഉപകാരമാകാത്തതൊക്കെയും ഉപേക്ഷിക്കുവാനായിട്ട് സാധിക്കണം. അപ്പോൾ നമുക്ക് മനസമാധാനം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടുവാനും സാധിക്കും. സ്വർഗീയ ചിന്തകളിൽ നിറയുവാനും മനസമാധാനത്തോടെ ജീവിക്കുവാനുമുള്ള ദൈവകൃപ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മനസുഖം പോയി, എനിക്കില്ല ശാന്തി തെല്ലും, നിമിഷസുഖം നുകരാൻ കരളിനു ദാഹമെന്നും, സഹനങ്ങളേറും നേരം തിരഞ്ഞില്ല നിന്നെ നാഥ, പകയുടെ തീക്കനലാൽ മുറിവുകളേറി എന്നിൽ ഈശോ പറയൂ നീ ഞാൻ യോഗ്യനോ. യേശുവേ